ബാംഗ്ലൂരിന്റെ ബിസി ഷെഡ്യൂളുകളിൽ നിന്ന് ഒരു എസ്കേപ്പ് വേണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ഇന്നുള്ളത്. ഭയങ്കര ഗ്രീനറിയും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം കൂടെയാണിത്. ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് വെറും 30 കിലോമീറ്റർ മാത്രം ദൂരെയായി സ്ഥിതി ചെയ്യുന്ന പിരമിഡ് വാലി ഇന്റർനാഷണൽ, ലോകത്തിലെ ഏറ്റവും വലിയ മെഡിറ്റേഷൻ പിരമിഡ് എന്നറിയപ്പെടുന്ന സ്ഥലം. വെഹിക്കിൾ പാർക്കിംഗ് ചാർജ് ഒരു 50 രൂപ ഒഴികെ വേറെ എൻട്രി ഫീസോ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. പിന്നെ വണ്ടിയുടെ നമ്പറും പേരും ഒക്കെ അവിടെ ഒരു രജിസ്റ്ററിൽ എഴുതി കൊടുക്കുകയും വേണം. ഞാൻ വിചാരിച്ചതിനേക്കാൾ അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടുത്തേത്. ഏത് മതത്തിൽപ്പെട്ടവർക്കും വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ധ്യാന കേന്ദ്രം കൂടെയാണിത്. ആത്മീയ ഗുരുവായ ബ്രഹ്മർഷി പത്രിജിയാണ് പിരമിഡ് വാലിയുടെ ശില്പി. ഇവിടുത്തെ ഓരോ വഴികളിലൂടെ നടക്കുമ്പോഴും അദ്ദേഹത്തിന്റെ കുറെ കോട്ടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ബാംഗ്ലൂരിൽ നിന്ന് കനകാപുര റൂട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഹരോഹള്ളി എന്ന സ്ഥലത്തായിട്ടാണ് ഈ സെന്റർ ഉള്ളത്. ആർക്ക് വേണമെങ്കിലും വന്നിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മെഡിറ്റേഷൻ എന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലൊരു പ്രാക്ടീസാണ്. സാധാരണ മെഡിറ്റേഷനേക്കാൾ 3 ഇരട്ടി പവർഫുൾ ആണ് പിരമിഡ് മെഡിറ്റേഷൻ എന്നാണ് ഇവിടുത്തെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അട്രാക്ഷനാണ് മൈത്രേയ ബുദ്ധ പിരമിഡ്. ഇവിടെ വരുന്നവർക്ക് ഈ പിരമിഡിനകത്തിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാനുള്ള അവസരവുമുണ്ട്. പിരമിഡിനകത്ത് എപ്പോഴും സൈലൻസ് കീപ്പ് ചെയ്യണം. വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി ഒന്നും അകത്ത് അനുവദിക്കില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിരമിഡിനകത്തിരുന്നുള്ള മെഡിറ്റേഷൻ. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മെഡിറ്റേഷൻ, യോഗ ക്ലാസ്സുകളൊക്കെ ഇവിടെ നിന്ന് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ വരുന്നവർക്ക് കയാക്കിങ്ങും പെഡൽ ബോട്ടിങ്ങും ഒക്കെ ചെയ്യാനുള്ള ഒരു ചെറിയ ലേക്ക് സെറ്റപ്പും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്പിരിച്വൽ പ്രോഗ്രാമുകൾ, വർക്ക്ഷോപ്പുകൾ, കൊച്ചുകുട്ടികൾക്കായിട്ടുള്ള സമ്മർ ക്യാമ്പുകൾ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവിടെ കണ്ടക്ട് ചെയ്യാറുണ്ട്. പിന്നെ നമ്മളിവിടെ വരണമെന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം എന്നൊന്നും ഇല്ലാട്ടോ. പിരമിഡിനകത്തിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യണം, മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പിരമിഡിനകത്ത് കയറുന്നതിന് മുൻപ് തന്നെ അവിടെയുള്ള ആളുകൾ പറഞ്ഞുതരും. നമ്മളത് ഫോളോ ചെയ്താൽ മാത്രം മതി. ഈ പിരമിഡിന് ചുറ്റുമുള്ള പച്ചപ്പും ശുദ്ധവായുവും ഒക്കെ നമുക്കൊരു ഫ്രഷ് ഫീലിംഗ് ആണ് നൽകുന്നത്. പിന്നെ ഇവിടെ വരുന്നവർക്ക് ഉച്ചയ്ക്ക് ഫ്രീ ആയി ലഞ്ചും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ലഞ്ചായിരുന്നു ഞങ്ങൾ കഴിച്ചത്. വലിയ വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണമൊന്നും അല്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിരുന്നു. പലരും 2-3 തവണയൊക്കെ ഈ ഭക്ഷണം വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റേറിയൻ ലൈറ്റ് ഫുഡ്. ഭക്ഷണം കഴിഞ്ഞ് നേരെ പോയത് ഞങ്ങൾ ഇവിടുത്തെ ഗോശാല കാണാനായിരുന്നു. ഉച്ച സമയമായതുകൊണ്ട് തന്നെ പശുക്കളൊക്കെ ഉറക്കത്തിലും റെസ്റ്റ് എടുക്കുകയൊക്കെ ആയിരുന്നു. അവിടെയൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല ആരോഗ്യമുള്ള പശുക്കുട്ടന്മാരാണ് എല്ലാവരും. നമുക്ക് അവരെയൊക്കെ തൊടാനും താലോലിക്കാനുള്ള അവസരമൊക്കെ ഉണ്ട്. ഇവിടെ വരുമ്പോൾ രാവിലെ നേരത്തെയുള്ള സമയങ്ങൾ തന്നെ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അടിപൊളി എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇതിനകത്ത് വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ അലോ ചെയ്യുള്ളൂ. ഈ സെൻറ്റർ ഡെയിലി ഓപ്പൺ ആണ്. പിന്നെ ഇവിടെ താമസിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്റ്റേ ഓപ്ഷൻസും ഉണ്ട്. പ്രകൃതിയോട് ചേർന്ന് കിടക്കുന്ന വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് പിരമിഡ് വാലി ഇന്റർനാഷണൽ. ഇവിടുത്തെ വഴികളിലൂടെ വെറുതെ നടന്നാൽ തന്നെ മൈൻഡ് റിഫ്രഷ് ആയി മാറും. ബാംഗ്ലൂർ പോലെ തിരക്ക് പിടിച്ച സിറ്റിക്ക് ഇതുപോലുള്ള സ്ഥലങ്ങൾ അത്യാവശ്യമാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ ഒന്ന് ഫോളോ ചെയ്തു വെച്ചോളൂ. മറ്റൊരു ട്രാവൽ സ്റ്റോറിയുമായി നമുക്ക് വീണ്ടും കാണാം.